ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു കേക്ക് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള കുറച്ച് കേക്ക് ഡെക്കറേഷൻസ് ഐഡിയാസൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വർക്ക് വന്നിട്ട് ഒരു 1 kg വന്നിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഞാനിപ്പോൾ ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ കേക്കിൻ്റെ ടോപ്പിലും ചുറ്റിലും കാരമൽ സോസാണ് കേട്ടോ കൊടുക്കുന്നത്. സൈഡിൽ ഡ്രിപ്പ് പോലെ കൊടുക്കുന്നുണ്ട്, ടോപ്പിൽ മുഴുവനായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ടോപ്പിൽ ബോർഡറായിട്ട് റോസറ്റ നോസിലും പിന്നെ അതുപോലെ ഷെൽ നോസിലും വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അടുത്തത് 2 kg വന്നിട്ടുള്ളൊരു 2 ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ളത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. പിന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു ഓഫ് വൈറ്റ് ആൻഡ് റെഡ് തീമിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഓഫ് വൈറ്റ് കളറിൽ കേക്ക് ഫിനിഷ് ആക്കി എടുക്കുക, പിന്നെ റെഡ് ഫ്ലവേഴ്സ് കൊടുക്കാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. ഒരു എൻഗേജ്മെൻറ്റിനുള്ള വർക്കായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ചുറ്റിലിപ്പോൾ ഞാൻ ലൈൻ സ്ക്രാപ്പർ വെച്ചിട്ട് ലൈൻസ് കൊടുക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ സ്ക്രാപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം ഒന്ന് വരച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം വരച്ചപ്പോൾ അത് ആ ഒരു ലൈൻസ് ഒന്നും അത്ര വൃത്തിയായിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി സൈഡിൽ കുറച്ചുകൂടെ ക്രീം കൊടുക്കണം കേട്ടോ. അത്യാവശ്യം സൈഡിൽ ക്രീം ഉണ്ടെങ്കിൽ നല്ല ഫിനിഷായിട്ട് ഈ ഒരു ലൈൻസ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ലൈൻസൊക്കെ മായ്ച്ചിട്ട് വീണ്ടും സൈഡിലൊക്കെ കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വരച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാതെ ആ ഒരു ലൈൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കേക്ക് ഇതുപോലെ തന്നെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് 2 കേക്കും ഓവർനൈറ്റ് സെറ്റാക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 11:30 ആയിരുന്നു കേക്കിൻ്റെ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അന്ന് വേറെ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ആയിരുന്നു. അപ്പോൾ രാവിലെ ഇപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ കുട്ടികൾ എണീറ്റ് അവർക്കും കൊടുത്തതിൻ്റെ ശേഷമായിരുന്നു പിന്നെ കേക്ക് സ്റ്റാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ഇപ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇനി അടുത്തത് സ്റ്റാക്ക് ചെയ്യാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ താഴത്തെ കേക്ക് ഉണ്ടല്ലോ, അത് ഞാനിതാ ഈ ഒരു ബേസിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഏറ്റവും താഴത്തെ ആ ഒരു ലെയർ ഉണ്ടല്ലോ, അത് ആ ഒരു ബേസിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു പകുതി ഭാഗം പൊട്ടിയിട്ടായിരുന്നു ഈ ഒരു കേക്ക് എടുക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലേക്ക് വെക്കുന്ന ആ ഒരു സ്ഥലത്ത് അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കേക്ക് ഈ ഒരു ബേസിലേക്ക് തന്നെ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് പൊട്ടാത്ത സൈഡ് ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സാധാരണ ഞാൻ ടയർ കേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഡബിൾസാണ് കേട്ടോ കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു 3 സ്റ്റിക്ക് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കേക്ക് ഡെക്കറേഷനായിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ഫ്ലവർ ലീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കേക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ടോപ്പർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഇപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ് ടൈപ്പ് ബോക്സിലാണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഫസ്റ്റ് ടൈമൊക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു വൈറ്റ് ബോക്സ് ഉണ്ടല്ലോ അതിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഈ ഒരു ബോക്സ് ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതായിരുന്നു. അപ്പോൾ ഈ ഒരു സാധാരണ ഒരു ബോക്സ് പോലെയല്ല കേട്ടോ ഇത്, നമ്മൾ
ബേസ് വെച്ചിട്ട് പിന്നെ ബോക്സ് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കേക്കിൽ തട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സേഫായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ബോക്സിനെ ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റിബൺ കൂടി കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്